ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഈ വലിയ വാക്പോരും തർക്കങ്ങളും ഒക്കെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള തർക്കങ്ങളും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ UDF-ന് അധികാരം കിട്ടിയാൽ ഉണ്ടാകില്ല എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരാൻ അദ്ദേഹം സന്നദ്ധനാകുകയും അതിന് ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് ഗാന്ധി കുടുംബം പച്ചക്കൊടി വീശുകയും ചെയ്താൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കുറവാണ് എന്നാണ് കോൺഗ്രസിലെ പല നേതാക്കളും നൽകുന്ന സൂചന. മാത്രമല്ല KC വേണുഗോപാലെ അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥികളാണ് കൂടുതലും കോൺഗ്രസിന്റെ പട്ടികയിൽ ഇടം പിടിച്ച 55 പേർക്ക് മുകളിൽ KC പക്ഷക്കാരായിരുന്നു. അങ്ങനെ അവർ കൂടുതലായി ജയിച്ചു വരികയും പാർലമെന്ററി പാർട്ടി ലീഡറായി ആരെ തെരഞ്ഞെടുക്കണമെന്ന ചോദ്യം ചോദിക്കുമ്പോൾ കൂടുതൽ പേരും KCയുടെ പേര് മുമ്പോട്ട് വെക്കാനുള്ള സാധ്യതയാണുള്ളത് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് നൽകുന്ന വിവരങ്ങൾ. അങ്ങനെ വന്നാൽ അതൊരു വലിയ തർക്കത്തിലേക്ക് പോകാൻ ഇടവരില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയൊരു സ്വീപ്പ് മജോറിറ്റിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നതെങ്കിൽ, UDF പോകുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായ ക്ലെയിം ഉയരും. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടർന്നത് VD സതീശനാണ് കഴിഞ്ഞ 5 വർഷം. അതുകൊണ്ട് അദ്ദേഹം അവിടെ ക്ലെയിം ഉന്നയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം സ്വാഭാവികമായി ഉയർത്തുന്ന കാര്യം തന്നെയായിരിക്കും. അതോടൊപ്പം രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കാൻ ഹൈക്കമാൻഡിന് കഴിയാത്തത് മറ്റൊരു വലിയ പ്രതിസന്ധിയായി മാറും. കാരണം സംസ്ഥാനത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള, നിലവിൽ സജീവമായി രംഗത്തുള്ളവരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറാനിടയായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഗാന്ധി കുടുംബം ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് എഴുതി തള്ളില്ല എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ സോണിയാഗാന്ധിയെ കണ്ടേക്കുമെന്നുള്ള സൂചനകളൊക്കെയുണ്ട്. എന്തായാലും ഈ തർക്കങ്ങൾ തള്ളിക്കൊണ്ട് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ഗാന്ധി കുടുംബം തന്നെയായിരിക്കും. സോണിയാഗാന്ധി അടക്കം എടുക്കുന്ന നിലപാടായിരിക്കും. രാഹുൽ ഗാന്ധി ആർക്കൊപ്പം നിൽക്കുമെന്നതായിരിക്കും. കാരണം 2029 വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും വർഷം, ഏതാണ്ട് 8 വർഷത്തോളം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന KC വേണുഗോപാലിനെ പെട്ടെന്ന് ഒരു സംസ്ഥാനത്തേക്ക് മാത്രമായി ഒതുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ? അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മറ്റേതെങ്കിലും നിർണായകമായ പദവികൾ ദേശീയ തലത്തിൽ തന്നെ കൊടുക്കുമോ? ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ പാർട്ടി വൃത്തങ്ങളിൽ സജീവ ചർച്ചാ വിഷയം തന്നെയാണ്. എന്തായാലും 2 ആഴ്ചത്തെ കാത്തിരിപ്പ് മാത്രം മതി. ഇനി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാകും. തൽക്കാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്തലിന് ഹൈക്കമാൻഡ് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് ശിരസ വഹിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. അപ്പോഴും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കെതിരെ വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇത്തരം തീരുമാനങ്ങൾ ആരുടേത് എന്നതായിരുന്നു MK രാഘവൻ MPയുടെ ചോദ്യം. ചർച്ചകൾ തുടങ്ങിവെച്ചവർ മറുപടി പറയണം. സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ട എന്നത് ഹൈക്കമാൻഡ് തീരുമാനം അല്ല എന്നും കേരളത്തിലെ ചില നേതാക്കളുടെ ദുർവാശി കാണിക്കൽ ആയിരുന്നുവെന്നും MK രാഘവൻ വിമർശിക്കുകയും ചെയ്തു. ഞാനൊരിക്കലും താല്പര്യം കാണിച്ചില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ഞാൻ ആരുടെ ലീഡേഴ്സിന്റെ പേര് പറയുന്നില്ല. ഇപ്പോൾ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടവരുണ്ട്, തോൽക്കുന്ന സീറ്റെടുത്ത് മത്സരിക്കണം. ജയിക്കുന്ന സീറ്റല്ല, തോൽക്കുന്ന സീറ്റ് എടുക്കണം. അങ്ങനെ എടുത്താൽ കോഴിക്കോട് ജയിച്ചു വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തോൽക്കുന്ന സീറ്റ് എടുക്കണമെന്ന് പറഞ്ഞ നേതാക്കൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോഴാരും പറഞ്ഞില്ല. ആ സമയത്തും എന്നോട് പറഞ്ഞ നേതാക്കൾ, വാക്ക് തന്ന നേതാക്കളുമുണ്ട്, ഇന്ന സീറ്റിൽ മത്സരിക്കണം. അതും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ സമയം വരുമ്പോൾ പറഞ്ഞോളാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ അന്ന് ഇതിനു വേണ്ടി എന്നോട് സംസാരിച്ചത്, മത്സരിക്കണമെന്ന് പറഞ്ഞത്, അത്തരം ആളുകൾ തന്നെയാണ് ഡൽഹിയിൽ വന്ന് MPമാർ മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചത്. ആ വാശിയാണ് അന്ന് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് ആ വാശി ഒരിക്കലും ഒരു പ്രശ്നമാകരുത് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് MPമാർ മത്സരിക്കേണ്ട തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കൊണ്ടല്ല മത്സരിക്കുള്ള. കേരളത്തിലുള്ള കോൺഗ്രസിന്റെ ചില ലീഡേഴ്സ് അവർ അന്ന് വാശി പിടിച്ചുകൊണ്ടാണ്. അവിടെ ദുർവാശിയാണ് സത്യം പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമല്ല. എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ആരൊക്കെയാണ് സമയം വരുമ്പോൾ ഞാൻ പറയാം. അതിൽ പറഞ്ഞു തോൽക്കുന്ന സീറ്റ് എടുക്കണമെന്നാണ്. ഇത് 10-46 വർഷമായി തോൽക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റ് എടുത്താൽ ജയിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും ഗവൺമെന്റ് ഉണ്ടാക്കാൻ എന്ന അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്.
അപ്പൊ അതിൽപ്പെട്ട ചിലർ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന വാശി പിടിച്ചതായി മനസ്സിലാക്കുന്നു. യെസ്, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോഴും പാർട്ടിക്കകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ട് അല്ലെങ്കിൽ അവകാശവാദങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.